ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫോണിൽ ഞാൻ കിറ്റ്കാറ്റ് 4.4.4 എന്ന് പറയുന്ന വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്, ഫ്ലാഷ് ചെയ്യാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇപ്പോൾ എൻ്റെ ഫോണിൽ വർക്ക് ചെയ്യുന്നത് ലോലിപോപ്പ് 5.0 എന്ന് പറയുന്ന വേർഷനാണ്. ഞാൻ കാണിച്ചു തരാം. നോക്കുക, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ലോലിപോപ്പാണ്. ലോലിപോപ്പ് വേർഷനിലാണ് ഇപ്പോൾ ഫോൺ വർക്ക് ചെയ്യുന്നത്. ഇത് സാംസങ്ങിൻ്റെ ഒരു പഴയ മോഡലാണ്. സാംസങ് S2 എന്ന് പറയുന്ന മോഡലാണിത്. ഇത്തിരി പഴയ ഫോണാണ്. ഞാൻ ഇതിലാണ് ലോലിപോപ്പ് ഇൻസ്റ്റാൾ ചെയ്തത്. നമുക്ക് ഈ ഫോണിൽ ലോലിപോപ്പ് അപ്ഡേറ്റ് ഒന്നും കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഞാനിതിൽ ലോലിപോപ്പ് ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ ഇതിൽ ഞാൻ ഈ റോം ഫ്ലാഷ് ചെയ്തപ്പോൾ ഇതിൽ ആപ്സ് ഫ്ലാഷ് ചെയ്യാൻ വിട്ടുപോയി. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ എങ്ങും ഗൂഗിളിൻ്റെ ഒരു ആപ്ലിക്കേഷനുകളും കാണാനില്ല. പ്ലേ സ്റ്റോറ് തുടങ്ങിയ ഒരു ആപ്ലിക്കേഷനുകളും ഈ മൊബൈലിൽ ഇപ്പോൾ ഇൻസ്റ്റാൾഡ് അല്ല. കാരണം ആപ്സ് എന്ന് പറയുന്ന ഫയൽ ഞാൻ ഫ്ലാഷ് ചെയ്യാൻ വിട്ടുപോയായിരുന്നു ഇതിൽ റോം ഫ്ലാഷ് ചെയ്ത സമയത്ത്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതിലെ ഈ ലോലിപോപ്പ് വേർഷൻ ഒന്ന് മാറ്റി കിറ്റ്കാറ്റ് ആക്കിയാണ്. ഞാൻ കരുതി അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം, നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത്, ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫോണിന് കമ്പാറ്റബിൾ ആയിട്ടുള്ള കസ്റ്റം റിക്കവറി ഡൗൺലോഡ് ചെയ്യുക, അതേപോലെ കസ്റ്റം റോം ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ആപ്സ് ഡൗൺലോഡ് ചെയ്യുക. ഞാനിവിടെ CM11 എന്ന് പറയുന്ന വേർഷനാണ്, അതായത് സൈനോജൻ മോഡ് 11, അതായത് കിറ്റ്കാറ്റ് ആണ് ഞാനിതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അതേപോലെ സാംസങ്ങിൻ്റെ USB ഡ്രൈവർ മസ്റ്റായിട്ടും ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. പിന്നെ നമുക്ക് ഓഡിൻ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമുണ്ട്, അതും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യും. ഇനി നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ആപ്സും അതേപോലെ റോമും അത് രണ്ടും കോപ്പി ചെയ്ത് ഫോൺ മെമ്മറിയിലേക്ക് മൂവ് ചെയ്യണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യത്തെ വീഡിയോകളിൽ കാണിച്ചു വന്ന പോലെ തന്നെ ഫോണ് പവർ ഓഫ് ചെയ്യുക. ഫോൺ ഇവിടെ ഒന്നും ഓഫ് ആയിട്ടുണ്ട്. ഇനി അത് പൂർണ്ണമായിട്ട് ഓഫായെന്ന് ഉറപ്പ് വരുത്താൻ ബാറ്ററി ഊരി വീണ്ടും ഒന്നിടുക. ഇതിലിപ്പോൾ ഒരു റിക്കവറി ഞാൻ കസ്റ്റം റിക്കവറി ഫ്ലാഷ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാനിതിൽ സൈനോജൻ മോഡ് റിക്കവറി ഒന്നുകൂടി ഫ്ലാഷ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഫോണ് ഡൗൺലോഡ് മോഡിൽ ഓൺ ആക്കുക എന്നുള്ളതാണ്. ഡൗൺലോഡ് മോഡിൽ ഓൺ ആക്കാനായിട്ട് വോളിയം ഡൗൺ ബട്ടൺ, ഹോം ബട്ടൺ, അതേപോലെ പവർ ബട്ടൺ, ഇത് മൂന്നും ഒരേപോലെ പ്രസ് ചെയ്ത് പിടിക്കുക. ഇപ്പോൾ ഇതുപോലൊരു വാണിംഗ് വരും. അതിനുശേഷം വോളിയം അപ്പ് ബട്ടണിൽ പ്രസ് ചെയ്യുക കണ്ടിന്യൂ ചെയ്യാനായിട്ട്. നമുക്ക് ഇവിടെ ഡൗൺലോഡിങ്ങിന് വന്നു. അതേപോലെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഓഡിൻ മോഡെന്ന് എഴുതി കാണിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം ചെയ്യാനുള്ളത്, നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ഓഡിൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ഞാനിവിടെ ഒന്നും ഓഡിൻ ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മളിവിടെ ഓൾറെഡി റിക്കവറി ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് റിക്കവറി ഫയലാണ്. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, ഡേറ്റ കേബിൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണ് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്കിവിടെ നോക്കുക, ഇവിടെ കളർ ചേഞ്ചസ് ഒന്നുമില്ല. ഇവിടെ ഒരു ഡിവൈസും ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ല. നമ്മൾ സാംസങ്ങിൻ്റെ USB ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ മാത്രമേ ഓഡിൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ സാംസങ് ഫോണുകൾ ഡിറ്റക്റ്റ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് സാംസങ്ങിൻ്റെ USB ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുക. USB കേബിൾ ഈ ഫോണുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗത്തായിട്ട് ഇവിടെ കളർ ചേഞ്ച് ആകുന്നത് കാണാൻ സാധിക്കും. നോക്കുക, ഇപ്പോൾ ഫോൺ ഈ ഓഡിൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യേണ്ടത്, ഇവിടെ ഓപ്ഷനിൽ ഈ കാണുന്ന ഈ ഓപ്ഷനിൽ നിന്നും ആട്ടോ റീബൂട്ട് എന്നുള്ളത് അൺചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം ഇവിടെ PDA എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എവിടെയാണോ റിക്കവറി ഫയൽ സേവ് ചെയ്തിരിക്കുന്നത് അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ നിന്നും സേവ് ചെയ്തിരുന്ന റിക്കവറി ഫയൽ സെലക്ട് ചെയ്തു. അതിനുശേഷം താഴെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫോൺ 1 മിനിറ്റിന് ശേഷം ഡിസ്കണക്ട് ചെയ്യുക. 1 മിനിറ്റ് ഫോണ് ഇതേപോലെ തന്നെ വയ്ക്കുക. ഇനി ഡേറ്റ കേബിൾ ഡിസ്കണക്ട് ചെയ്യുക. ഡേറ്റ കേബിൾ ഡിസ്കണക്ട് ചെയ്തു. അതിനുശേഷം ഫോണിൻ്റെ ബാറ്ററി ഊരി വീണ്ടും ഇടുക. ഇനി അടുത്ത സ്റ്റെപ്പ്, ഫോണ് റിക്കവറി മോഡിൽ ഓൺ ആക്കുക. അതിനുശേഷം കസ്റ്റം റോം അതേപോലെ ആപ്സ് അത് രണ്ടും ഫ്ലാഷ് ചെയ്യുക. ഇത് മാത്രമേ ബാക്കിയുള്ളൂ. അതിനുശേഷം നമ്മുടെ ഫോണിൽ കിറ്റ്കാറ്റ് വേർഷൻ വരുന്നതാണ്. ഇതിപ്പോൾ ലോലിപോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അത് ഞാൻ കിറ്റ്കാറ്റിലേക്ക് ആക്കാനാണ് കസ്റ്റം റിക്കവറി ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തത്. ഓക്കെ, റിക്കവറി മോഡിൽ ഫോൺ ഓൺ ആക്കാനായിട്ട്
വോളിയം അപ്പ് ബട്ടൺ, അതേപോലെ ഹോം ബട്ടൺ, പവർ ബട്ടൺ, ഇത് മൂന്നും ഒരേപോലെ പ്രസ് ചെയ്ത് പിടിക്കുക. ഇവിടെ സാംസങ്ങിൻ്റെ ലോഗോ വരുമ്പോൾ പവർ ബട്ടണിൽ നിന്നും വിരലെടുക്കുക. അതിനുശേഷം മറ്റ് 2 ബട്ടണുകളും അതേപോലെ തന്നെ പ്രസ് ചെയ്ത് പിടിക്കുക. റിക്കവറി മോഡ് കാണുന്ന ഉടനെ അതിൽ നിന്നും കൈയെടുക്കുക. നോക്കുക, CWM ബേസ്ഡ് റിക്കവറി 6.0.5.1. ഇതിൽ കസ്റ്റം റിക്കവറി ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇതിന് മുമ്പ് ഇതിൽ CWM റിക്കവറി അല്ലായിരുന്നു, TWRP റിക്കവറി ആയിരുന്നു. ഇതൊരു ടച്ച് ബേസ് റിക്കവറിയാണ്. ഇത് ടച്ച് ബേസ് റിക്കവറി അല്ല. ഇത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള റിക്കവറിയാണ് ടച്ച് ബേസ് ആയിട്ടുള്ള TWRP എന്ന് പറയുന്ന റിക്കവറി. എന്നാൽ ഇതും കുഴപ്പമില്ല. ഇത് നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന റിക്കവറി തന്നെയാണ്. അതിലുള്ള പോലുള്ള എല്ലാ ഫംഗ്ഷനുകളും ഇതിലും നമുക്ക് ലഭിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് റോം ഫ്ലാഷ് ചെയ്യുക എന്നുള്ളതാണ്. അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. വൈപ്പ് ഡേറ്റ ഫാക്ടറി റീസെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ 3ാമത്തെ ഓപ്ഷനാണ് വൈപ്പ് ഡേറ്റ ഫാക്ടറി റീസെറ്റ്. അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. വൈപ്പ് ഓൾ യൂസർ ഡേറ്റ എന്നുള്ളത് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. ആദ്യം ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്യുക. ഓക്കെ, അത് കംപ്ലീറ്റ് ആയി. ഇനി ചെയ്യേണ്ടത് വൈപ്പ് ക്യാഷെ പാർട്ടീഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. 4ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം വൈപ്പ് ക്യാഷെ എന്നുള്ളത് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. അതും കംപ്ലീറ്റ് ആയി. അതിനുശേഷം ഏറ്റവും താഴെ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം വൈപ്പ് ഡാൽവിക് കെ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഇവിടെ നോക്കുക, ഡേറ്റ വൈപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ക്യാഷെ വൈപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഡാൽവിക് കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയും ബാക്ക് ചെയ്യുക. ബാക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇൻസ്റ്റാൾ സിപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. 2ാമത്തെ ഓപ്ഷൻ, അത് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം എൻ്റെ ഫോണിൽ GApps-ൻ്റെയും അതേപോലെ കസ്റ്റം റോമിൻ്റെയും ഫയൽ ഞാൻ ഇൻറ്റേർണൽ സ്റ്റോറേജിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് ഞാൻ ചൂസ് സിപ്പ് ഫയൽ ഫ്രം സ്റ്റോറേജ് SD കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തതിന് ശേഷം ഇത് താഴേക്ക് കൊണ്ടുവരികയാണ്. ഏറ്റവും താഴെയായിരിക്കും കോപ്പി ചെയ്തിരിക്കുന്ന ഫയലുള്ളത്. ഇവിടെ നോക്കുക, ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും CM11 എന്ന് പറയുന്ന സിപ്പ് ഫയൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യം നമുക്ക് കസ്റ്റം റോമാണ് ഫ്ലാഷ് ചെയ്യേണ്ടത്. ഞാനിവിടെ കസ്റ്റം റോമിൻ്റെ ഫയൽ സെലക്ട് ചെയ്തു. അതിനുശേഷം പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അത് ഫ്ലാഷ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഇൻസ്റ്റാൾ എന്നുള്ളത് സെലക്ട് ചെയ്തു. വീണ്ടും ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ഇൻസ്റ്റാളിങ് അപ്ഡേറ്റ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ഫോണിലേക്ക് GApps-ഉം ഇൻസ്റ്റാൾ ചെയ്യും. കുറച്ച് സമയമെടുക്കും ഈ പ്രോസസ്സിങ്ങിന്. ഇപ്പോൾ ഇതിൽ കസ്റ്റം റോം ഫ്ലാഷ് ആയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് വീണ്ടും ചൂസ് സിപ്പ് ഫയൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെ GApps നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ഗൂഗിൾ ആപ്സ്. അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം യെസ് ഇൻസ്റ്റാൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക. വീണ്ടും ഓക്കെ കൊടുക്കുക. ഗൂഗിൾ ആപ്സ് ഫോർ ആൻഡ്രോയിഡ് 4.4.3 ഇതും ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയമെടുക്കും. ഈ 2 കാര്യങ്ങളും കംപ്ലീറ്റ് ആകാനായിട്ട് ഏകദേശം 1 മിനിറ്റ് അല്ലെ 2 മിനിറ്റിനുള്ളിൽ ഈ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആകും. നോക്കുക, ഇൻസ്റ്റാൾ ഫ്രം SD കാർഡ് കംപ്ലീറ്റഡ്. ഗൂഗിൾ ആപ്സും ഇതിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ബാക്ക് ചെയ്യുക. ഏറ്റവും മുകളിലായിട്ട് റീബൂട്ട് സിസ്റ്റം നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. സാംസങ് ഗാലക്സി S2 GT 19100G ഇതാണ് മോഡൽ നമ്പർ. നോക്കുക, സൈനോജൻ മോഡ് ഇവിടെ എഴുതി വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. സൈനോജൻ മോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും ഇതിൽ ഇൻസ്റ്റാൾ ആകുന്നത്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു OS ആണ് സൈനോജൻ മോഡ്. ഈ ഫോണിന് വേണ്ടിയൊന്നും സൈനോജൻ ബോർഡിൻ്റെ ലോലിപോപ്പ് വേർഷനോ അതേപോലെ മാഷ്മെല്ലോ വേർഷനോ ഒന്നും അവൈലബിൾ അല്ല. ഇതിലേറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനാണ് കിറ്റ്കാറ്റ് വേർഷന്. ഞാനിത് എന്തായാലും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുകയാണ്. നിങ്ങളുടെ ഫോണിന് വേണ്ടിയും ഇതുപോലെയുള്ള ഇതിലും ഇച്ചിരൂടെ പുതിയ ഫോണുകളാണെന്നുണ്ടെങ്കിൽ, അതായത് ഇച്ചിരൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണുകളാണെന്നുണ്ടെങ്കിൽ സൈനോജൻ മോഡിൻ്റെ ഒരുപാട് കസ്റ്റം റോമുകൾ ലഭിക്കും. കസ്റ്റം റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തേർഡ് പാർട്ടി ഡെവലപ്പർ ഉണ്ടാക്കുന്ന റോമാണ്.
നമുക്ക് സ്റ്റോക്ക് റോം നമ്മുടെ മൊബൈലിൽ ലഭിക്കുന്നത് അത് നമ്മുടെ ഫോണിന് വേണ്ടി കമ്പനി ഉണ്ടാക്കി നമുക്ക് നൽകുന്ന റോമാണ്. എന്നാൽ ഇതൊരു തേർഡ് പാർട്ടി റോം ആയിരിക്കും. ഇതിൽ കമ്പനി നമുക്ക് നൽകുന്ന റോമിലുള്ളതിനേക്കാളും കൂടുതൽ ഫങ്ഷനുകൾ ഇതിൽ നമുക്ക് ലഭിക്കും. അതേപോലെ സൈനജൻ മോഡ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ്. നിങ്ങൾക്ക് സൈനജൻ മോഡിൽ ഉള്ള റൂമുകളൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത് ഫസ്റ്റ് ബൂട്ട് കുറച്ച് സമയമെടുക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. നോക്കുക, ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. ഞാനിവിടെ നിന്നും ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഓക്കെ കൊടുത്തു. വൈഫൈ വേണമെങ്കിൽ ആഡ് ചെയ്യാം. സ്കിപ്പ് ചെയ്യുകയാണ്. ഈ ഓപ്ഷനുകളെല്ലാം തന്നെ ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഫിനിഷ്. ഓക്കെ ഓക്കെ നല്ല ഫാസ്റ്റായിട്ടാണ് ഫോൺ വർക്ക് ചെയ്തത്. ഇതിൽ നോക്കുക, ഇവിടെ പ്ലേ സ്റ്റോർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിന് മുമ്പ് ഞാൻ ലോലിപോപ്പ് അപ്ഡേറ്റ് ചെയ്തപ്പോൾ അതിൽ ജി ആപ്സ് ഫ്ലാഷ് ചെയ്യാതിരുന്നതുകൊണ്ട് പ്ലേ സ്റ്റോർ വന്നില്ല. ഇതിൽ ഗൂഗിളിൻ്റെ എല്ലാ ആപ്ലിക്കേഷനുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ വേർഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല ചേഞ്ചസ് ഫോണിൽ ഉണ്ടായിട്ടുണ്ട്. ജെല്ലി ബീനിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോണാണ്. എബൌട്ട് ഫോൺ ഒന്ന് ഓപ്പൺ ആക്കാം. അതിനുശേഷം മോഡൽ നമ്പർ അത് തന്നെ സൈനജൻ മോഡ് വേർഷൻ 11 ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് 4.4 ആണ് ഇപ്പോൾ ഇതിലായിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇത് ഏതാണെന്ന്. നോക്കുക, കിറ്റ്കാറ്റ് വേർഷനാണ് വന്നിരിക്കുന്നത്. ആൻഡ്രോയിഡ് 4.4. ഓക്കെ, ഇതിനു മുമ്പ് ഞാൻ നിങ്ങളെ കാണിച്ചത് ലോലിപോപ്പിലായിരുന്നു ഈ ഫോണ്. എന്നാൽ ഇപ്പോൾ ഇത് കിറ്റ്കാറ്റിലേക്ക് മാറിയിരിക്കുകയാണ്. നോക്കുക, എനിക്ക് തോന്നുന്നു ഇങ്ങനെ റോം ഫ്ലാഷ് ചെയ്തിരുന്നതിലൂടെ ഫോണ് അതിൻ്റെ സ്പീഡ് നമുക്ക് ഇച്ചിരി കൂടുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊന്നും ഞാനിതുവരെ ചെക്ക് ചെയ്തിട്ടില്ല. ബാറ്ററി ബാക്കപ്പ് കൂടാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം, ഇങ്ങനെയുള്ള റോമുകളൊക്കെ നമ്മൾ ഫ്ലാഷ് ചെയ്യുമ്പോൾ അതൊന്നും സ്റ്റേബിൾ ആയിരിക്കത്തില്ല. കാരണം ഇതൊരു ഒറിജിനൽ വേർഷൻ ആയിരിക്കത്തില്ല നമുക്ക് ലഭിക്കുന്നത്. ഇത് നമുക്ക് സ്റ്റേബിളായിട്ടുള്ള വേർഷൻ ലഭിക്കണമെന്ന് പറയാനും പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് റോമൊക്കെ ഫ്ലാഷ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നത്, ആ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ കമൻസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക. മറ്റുള്ളവരാരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവർ എന്താണ് ആ റൂമിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, സ്റ്റേബിൾ വേർഷൻ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾ എഴുതി ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഫോണിലെ കസ്റ്റം റിക്കവറിയും കസ്റ്റം റൂമും ഒക്കെ ഫ്ലാഷ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ 3-4 വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോകൾ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. അതുപോലെയുള്ള വീഡിയോകൾ ഞാൻ ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്, യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നും വീഡിയോകളൊക്കെ കാണാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ലൊരു റൂമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.